കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്. നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗീതു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കറ്റാർ വാഴയുടെ കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. കറ്റാർ വാഴ എല്ലാവർക്കും അറിയാം, നമ്മൾ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ടും ഹെയർ കെയറിനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മളത് കുക്ക് ചെയ്ത്, അതായത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മൾ ആഹാരമായിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമ്മൾ സ്കിന്നിനായിട്ട് കറ്റാർ വാഴ ഉപയോഗിച്ച് ചെയ്യുന്ന 2 ടിപ്സ് പറയാം. കറ്റാർ വാഴ, പഴുത്ത പപ്പായ, തൈര് എന്നിവ തുല്യ അളവിലെടുത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കുഴമ്പ് രൂപത്തിലാക്കണം. ഇത് നമ്മൾ മുഖത്ത് പുരട്ടിയിട്ട് ഉണങ്ങിയ ശേഷം കഴുകി കളയുക. ഇത് വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പിനും യോജിച്ചതാണ്. അടുത്ത ടിപ്പ്, കറ്റാർ വാഴ, മഞ്ഞൾപ്പൊടി, തേൻ, ചെറുനാരങ്ങ നീര്, വെളുത്ത കടല കുതിർത്തത് എന്നിവ സമ അളവിലെടുത്ത് നല്ലതുപോലെ അരച്ചിട്ട് ഈ കുഴമ്പ് നമുക്ക് മുഖത്ത് 20 മിനിറ്റ് പുരട്ടി ഉണങ്ങിയ ശേഷം നല്ലതുപോലെ തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. ഇതും നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത്, നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്ത് കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള കൂട്ടുകൾ ഉപയോഗിക്കാവുന്നതാണ്. അതിനെക്കുറിച്ചിട്ടാണ്. അതിനായി തൊലി കളഞ്ഞ നേന്ത്രപ്പഴവും തൊലി കളഞ്ഞ ഈ കറ്റാർ വാഴയുടെ ആ ഒരു കാമ്പും ഒരേ അളവിലെടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാരയും 4-5 തുള്ളി പുതിനയുടെ നീരും ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം നമ്മുടെ ശരീരത്തിൽ പുരട്ടാവുന്നതാണ്. ഉണങ്ങിയതിന് ശേഷം ഇത് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം. അതായത് സോപ്പ് ഉപയോഗിക്കാത്തവർക്ക് പയറുപൊടിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. പിന്നീട് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. കറ്റാർ വാഴ തൊലി കളഞ്ഞ് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് ശരീരം ആസകലം പുരട്ടി കുറച്ചു നേരം ഒരു മസാജ് കൊടുത്തിട്ട് ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കളയാം. അടുത്തതായി കറ്റാർ വാഴ ഉപയോഗിച്ചുള്ള ഒരു ഹെയർ കെയർ ടിപ്പാണ്. കറ്റാർ വാഴയും ഒലിവ് ഓയിലും ഒരേ അളവിലെടുത്തിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുത്ത് ഒരു 20 മിനിറ്റ് നമ്മുടെ സ്കാൽപ്പിൽ നല്ലതായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉണങ്ങിയിട്ട് ഉലുവയുടെ താളി എടുക്കുന്നത് അറിയാമായിരിക്കുമല്ലോ. ഉലുവയുടെ താളി കൊണ്ട് തല നന്നായി കഴുകുക. നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനും തലമുടി വളരുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണിത്. കറ്റാർ വാഴ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ കറ്റാർ വാഴയിൽ നിന്ന് ഇല മുറിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് വരുന്ന മഞ്ഞ നിറത്തിലുള്ള കറ കളഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഇല മുറിച്ചെടുത്ത് അതിന്റെ മഞ്ഞ നിറത്തിലുള്ള കറ പോകുന്നതിനായി മുറിച്ച ഭാഗം താഴോട്ടാക്കി വെക്കണം. ആ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇത് ആ ഒരു കറയൊക്കെ പോയി നമുക്ക് കിട്ടും. ഈ കറ്റാർ വാഴ നമ്മൾ ചർമ്മ സംരക്ഷണത്തിന് മാത്രമല്ല പാചകത്തിനായും ഉപയോഗിക്കാറുണ്ട്. പല രീതിയിൽ നമ്മൾ വളരെ ആരോഗ്യപരമായി പാചകം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച പുതിയ ടിപ്പുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശരത് അലാബ്സ്.